ഓടുമേഞ്ഞ ആ പഴയ തറവാട് വീടിന്റെ ഉമ്മറത്ത് ഉച്ചവെയിലിന്റെ കഠിനമായ ചൂടിൽ തളർന്നു മയങ്ങിക്കിടക്കുകയായിരുന്നു ലക്ഷ്മി എന്ന മാധവന്റെ ഓട്ടോറിക്ഷ. മുറ്റത്തെ മാവിൻകൊമ്പിൽ നിന്ന് ഉച്ചതിരിഞ്ഞുള്ള വെയില് അതിന്റെ തുരുമ്പിച്ച ബോഡിയിൽ വീണ് തിളങ്ങുന്നുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്ന കാക്കി കുപ്പായമഴിച്ച് ജനാലക്കമ്പിയിലിട്ട് തോർത്തുകൊണ്ട് ദേഹം തുടച്ച് തിണ്ണയിലിരിക്കുകയായിരുന്നു മാധവൻ. കടുപ്പത്തിലൊരു ചായ ഊതിക്കുടിക്കുമ്പോഴാണ് മുറ്റത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഒരു ബൈക്കിന്റെ ഇരമ്പൽ കേട്ടത്. മാധവൻ നായരല്ലേ ഇവിടെ? ഒരു കൊറിയറുണ്ട്, ബൈക്കിലിരുന്ന യുവാവ് ചോദിച്ചു. ചായ ഗ്ലാസ് തിണ്ണയിൽ വച്ച് ധൃതിയിൽ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മാധവന്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. കൊറിയർ ബോയ് നീട്ടിയ പാഡിൽ പച്ച മഷികൊണ്ട് ഒപ്പിട്ട് വാങ്ങുമ്പോൾ ആ കർഷകന്റെ കൈകൾ വിറച്ചു. വെയിലുകൊണ്ട് കറുത്ത ആ കൈകളിലേക്ക് തിളങ്ങുന്ന മിനുസമുള്ള ഒരു വലിയ കവർ കൈമാറപ്പെട്ടു. അതിനു മുകളിൽ ഇംഗ്ലീഷിൽ എഴുതിയ പേരുകൾ അയാൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും ആ കവർ എവിടെ നിന്നാണെന്ന് അയാൾക്കുറപ്പായിരുന്നു. നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ, തന്റെ പ്രിയപ്പെട്ട അനിയത്തി സുമിത്ര അയച്ച കത്ത്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് കവർ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് പനിനീർപ്പൂവിന്റെയും വില കൂടിയ സുഗന്ധദ്രവ്യത്തിന്റെയും ഗന്ധം പരന്നു. സ്വർണലിപികളിൽ എഴുതിയ മകളുടെ വിവാഹക്ഷണക്കത്ത്. ആ കത്തിലെ ഡിസൈനുകൾ പോലും മാധവന്റെ കണ്ണുകളെ അമ്പരപ്പിച്ചു. രാധേ, ഇടി രാധേ, വേഗം ഇങ്ങോട്ട് വന്നേ! മാധവൻ ആവേശത്തോടെ വിളിച്ചു. അയാളുടെ ശബ്ദത്തിൽ വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഒരു അംഗീകാരത്തിന്റെ സന്തോഷമുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് രാധ തിണ്ണയിലേക്ക് വന്നു. അവളുടെ മുഖത്ത് വെയിലിന്റെ ക്ഷീണവും ആകുലതകളും നിഴലിച്ചിരുന്നു. നോക്ക് രാധേ, ഇത് കണ്ടോ? സുമിത്രയുടെ മോളുടെ കല്യാണമാണ്. വലിയ ഹോട്ടലിൽ വെച്ചാ. കണ്ടോ? ഇതിലെവിടെയെങ്കിലും എന്റെ പേര് കാണും. വധുവിന്റെ അമ്മാവൻ എന്ന നിലയിൽ എന്റെ പേര് വയ്ക്കാതെ അവൾ കത്തടിക്കില്ല. മാധവൻ കുട്ടികളെപ്പോലെ ആവേശത്തോടെ പറഞ്ഞു. കത്ത് വായിക്കാൻ അറിയില്ലെങ്കിലും അതിലൊരു വരിയിൽ മാധവൻ എന്ന പേരുണ്ടാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ കത്ത് കയ്യിൽ വാങ്ങി നോക്കിയ രാധയുടെ മുഖത്ത് മാധവന്റെ അത്രയും തിളക്കമുണ്ടായിരുന്നില്ല. ആ കത്തിന്റെ ആഡംബരവും തങ്ങളുടെ ദാരിദ്ര്യവും തമ്മിലുള്ള അന്തരം അവളെ പേടിപ്പെടുത്തിയിരുന്നു. നമ്മൾ പോണോ മാധവേട്ടാ? വലിയ ആളുകൾ വരുന്ന സ്ഥലമാ. നമ്മുടെ ഈ കോലത്തിൽ അവിടെ ചെന്നാൽ? രാധ മടിച്ചു നിന്നു. അവളുടെ സ്വരത്തിൽ അപകർഷതാബോധം നിറഞ്ഞു നിന്നു. പിന്നെ പോകാതെ എന്തു വർത്തമാനമാണ് രാധേ നീ പറയുന്നത്? എന്റെ പെങ്ങളുടെ മോളാ. അവളെ എടുത്തു വളർത്തിയ കൈകളായത്. അവൾക്ക് എത്ര വലിയ പണക്കാരുമായി ബന്ധമുണ്ടായാലും സ്വന്തം ഏട്ടനെ അവൾക്ക് മറക്കാൻ പറ്റുമോ? മാധവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. നാളെ തന്നെ ലക്ഷ്മിയെ ഒന്ന് കഴുകി മിനുക്കണം. വർഷങ്ങളായി പെട്ടിയിൽ വച്ചിരിക്കുന്ന എന്റെ വെള്ള ജുബ്ബ ഒന്ന് ഇസ്തിരിയിട്ട് വച്ചേക്കൂ. എന്റെ അനിയത്തിയുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നമ്മൾ രാജാക്കന്മാരെ പോലെ തന്നെ പോകും. മാധവൻ ആ കത്ത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. വിയർപ്പിൽ കുതിർന്ന ആ നെഞ്ചിലെ ചൂടേറ്റ് കത്തിലെ അക്ഷരങ്ങൾ തിളങ്ങി. രാധയുടെ ആശങ്കകൾക്ക് മുകളിൽ അനിയത്തിയോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം അയാളിൽ നിറഞ്ഞു നിന്നു. രാത്രി ഏറെ വൈകിയിട്ടും മാധവൻ ഉറക്കം വന്നില്ല. ജനൽപ്പാളികൾക്കിടയിലൂടെ കടന്നുവന്ന നിലാവെളിച്ചത്തിൽ അയാൾ മേശപ്പുറത്തിരിക്കുന്ന ആ ക്ഷണക്കത്തിലേക്ക് നോക്കിക്കിടന്നു. പഴയൊരു മരപ്പെട്ടിയിൽ സൂക്ഷിച്ചുവച്ച ചില ഓർമ്മകൾ പോലെ അയാളുടെ മനസ്സ് 20 വർഷം പിന്നിലേക്ക്, ഒരു കാൽവർഷക്കാലത്തിന്റെ നോവിക്കുന്ന ഓർമ്മകളിലേക്ക് വഴുതി വീണു. അതൊരു കർക്കിടക മാസമായിരുന്നു. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അച്ഛന്റെ ചിത എരിഞ്ഞടങ്ങുമ്പോഴും മഴ തോർന്നിരുന്നില്ല. വീടിന്റെ നെടുന്തൂണാണ് ആ ചിതയിൽ വെന്തുപോയത്. അന്ന് മാധവൻ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. നിറയെ സ്വപ്നങ്ങളുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ കൊതിച്ച ഒരു ചെറുപ്പക്കാരൻ. സുമിത്ര അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. ചിതയിലെ തീ കനലായ മാരനാത്രിയിൽ പട്ടിണിയുടെ തണുപ്പ് അരിച്ചുകയറിയപ്പോൾ സുമിത്ര മാധവന്റെ അരികിൽ വന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ഏട്ടാ, എനിക്ക് പഠിക്കണം. ഡോക്ടർ ആവണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ഈ അവസ്ഥയിൽ. അവൾ പാതി വഴിയിൽ നിർത്തി തേങ്ങി. ആ നിമിഷം മാധവന്റെ ഉള്ളിലെ ജ്യേഷ്ഠൻ ഉണർന്നു. സ്വന്തം ഭാവിയേക്കാൾ വലുതാണ് അനിയത്തിയുടെ സ്വപ്നമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മാധവൻ ആദ്യം ചെയ്തത് തന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വാരിയെടുക്കുകയായിരുന്നു. സിവിൽ സർവീസ് മോഹങ്ങളും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അയാൾ മനസ്സിൽ കുഴിച്ചുമൂടി. പഴയ പുസ്തകങ്ങൾ തൂക്കിവിട്ടപ്പോൾ കിട്ടിയ തുച്ഛമായ പണവും അച്ഛന്റെ സുഹൃത്തുക്കളുടെ സഹായവും ചേർത്ത് അയാൾ ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് ലക്ഷ്മി എന്ന ഓട്ടോറിക്ഷ ഈ മുറ്റത്തേക്ക് വരുന്നത്. പിന്നീട് മാധവന്റെ ജീവിതം ആ 3 ചക്രങ്ങളിൽ കറങ്ങുകയായിരുന്നു. രാവിലെ മുതൽ പാതിരാത്രി വരെ നഗരത്തിലെ വെയിലും മഴയും അയാൾ വിയർപ്പൊഴുക്കി. കോളേജിൽ കൂടെ പഠിച്ച കൂട്ടുകാർ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ബൈക്കിൽ പോകുമ്പോൾ
മാധവൻ മുഖം കുനിച്ചുപിടിച്ച് ഓട്ടോ ഓടിച്ചു. ആ അപമാനത്തേക്കാൾ വലുതായിരുന്നു മാധവന് സുമിത്രയുടെ മെഡിക്കൽ കോളേജ് ഫീസ്. ഓരോ തവള മണിയോടൻ അയക്കുമ്പോഴും സ്വന്തം വയറ് മുറുക്കി ഉടുത്താണ് അയാൾ പണം കണ്ടെത്തിയത്. ഉച്ചഭക്ഷണം ഒഴിവാക്കി ആ കാശുകൂടി കൂട്ടിവെച്ച് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു നൽകി. വർഷങ്ങൾക്കിപ്പുറം സുമിത്ര ആദ്യമായി വെളുത്ത കോട്ടും സ്റ്റെതസ്കോപ്പും അണിഞ്ഞു വീട്ടിൽ വന്ന ദിവസം ആ മാധവൻ ഓർത്തു. അന്നവളുടെ കഴുത്തിൽ കിടന്ന സ്റ്റെതസ്കോപ്പിന് തന്റെ വിയർപ്പിന്റെ ഉപ്പുരസമുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. ആനന്ദക്കണ്ണുനീർ കൊണ്ട് അയാൾക്ക് കാഴ്ച മങ്ങി. അവളെ വിവാഹം കഴിച്ചയച്ചത് വലിയൊരു തറവാട്ടിലേക്കാണ്. സ്ത്രീധനത്തിനും സ്വർണത്തിനുമായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പലിശക്കാരോട് കൈനീട്ടിയും മാധവൻ കടക്കിണിയിലായി. എങ്കിലും കല്യാണപ്പന്തലിൽ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന അനിയത്തിയെ കണ്ടപ്പോൾ തന്റെ കഷ്ടപ്പാടുകളെല്ലാം സാരമില്ലെന്ന് അയാൾക്ക് തോന്നി. താൻ തോറ്റാലും തന്റെ ചോര ജയിക്കണമെന്ന വാശി മാത്രമായിരുന്നു മാധവന്. ആ ത്യാഗങ്ങളുടെ ഫലമാണ് ഇന്നാ കവറിലിരിക്കുന്ന ക്ഷണക്കത്ത്. അത് വെറുമൊരു കടലാസല്ല, തന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രമാണെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. കാലമൊരു പുഴ പോലെ ഒഴുകി. അതിൽ പലതും ഒഴുകിപ്പോയി. പഴയ സ്നേഹവും കരുതലുമൊക്കെ അതിൽ പെടുമെന്ന് മാധവൻ അറിഞ്ഞിരുന്നില്ല. സുമിത്ര പ്രശസ്തമായ ഗൈനക്കോളജിസ്റ്റായി മാറി. വലിയ നഗരത്തിലെ മണിമാളികയിലേക്ക് അവൾ പറിച്ചു നടപ്പെട്ടു. ആദ്യമൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് അവളുടെ വിളി വരുമായിരുന്നു. ആ ഫോൺ ബെല്ലടിക്കാൻ വേണ്ടി മാധവൻ കാത്തിരിക്കുന്ന മണിക്കൂറുകളുണ്ടായിരുന്നു. ഏട്ടാ, സുഖമാണോ? മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന അവളുടെ ചോദ്യങ്ങളിൽ പഴയ അനിയത്തിയുണ്ടായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ ആ വിളികളുടെ ദൈർഘ്യം കുറഞ്ഞു വന്നു. ഏട്ടാ, തിരക്കാണ് എന്ന വാക്ക് സംഭാഷണങ്ങളുടെ തുടക്കത്തിലും അവസാനത്തിലും സ്ഥിരമായി. ആഴ്ചയിലൊരിക്കലെന്നത് മാസത്തിലൊരിക്കലായി, പിന്നെ വിശേഷ ദിവസങ്ങളിൽ മാത്രമായി. മാധവന്റെ നെഞ്ചിൽ ഒരു മുള്ളു തറച്ചത് ആ സംഭവത്തിനു ശേഷമാണ്. അന്ന് മാധവൻ ഒരു സവാരിയുമായി ടൗണിലെ വലിയ ഷോപ്പിംഗ് മാളിനു മുന്നിൽ നിൽക്കുകയായിരുന്നു. ഉച്ചവെയിലിൽ തിളച്ചുമറിയുന്ന ടാർ റോഡിൽ കാക്കി ഷർട്ടിന്റെ ബട്ടനുകൾ അഴിച്ച് കാറ്റുകൊള്ളുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വലിയൊരു എയർ കണ്ടീഷൻഡ് കാറിൽ നിന്ന് സുമിത്രയും അവളുടെ സഹപ്രവർത്തകരായ 2 ഡോക്ടർമാരും ഇറങ്ങിവരുന്നു. മാധവന്റെ ഉള്ളൊന്ന് തുള്ളി. സുമി എന്നയാൾ ആവേശത്തോടെ വിളിച്ചു. ഓട്ടോയിൽ നിന്നിറങ്ങി വിയർപ്പിൽ കുതിർന്ന കൈകൾ തോർത്തുകൊണ്ട് തുടച്ച് ചിരിച്ചുകൊണ്ടയാൾ അവൾക്കരികിലേക്ക് നടന്നു. സുമിത്ര അത് കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. മാധവനെ കണ്ടതും അവളുടെ മുഖത്തൊരു കാർമേഘം പരന്നതയാൾ ശ്രദ്ധിച്ചില്ല. കൂടെയുള്ള ഡോക്ടർമാർ മാധവനെ കൗതുകത്തോടെ നോക്കി. ഇതാരാ ഡോക്ടർ? പരിചയമുള്ള ആളാണോ? അവരിൽ ഒരാൾ ചോദിച്ചു. മാധവൻ പ്രതീക്ഷയോടെ നിന്നു. ഇതെന്റെ ഏട്ടനാണ്. എന്നെ ഡോക്ടറാക്കാൻ ജീവിതം ഹോമിച്ച എന്റെ ജ്യേഷ്ഠനെന്ന് അവൾ പറയുമെന്നയാൾ കൊതിച്ചു. എന്നാൽ സുമിത്രയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ കയ്യിലിരുന്ന ബാഗ് മുറുക്കി പിടിച്ചു. അത് എന്റെ നാട്ടുകാരനാണ്, പഴയൊരു പരിചയക്കാരൻ, അവൾ ഒഴുകൻ മട്ടിൽ പറഞ്ഞു. മാധവന്റെ കാലുകൾ തറയിൽ ഉറച്ചുപോയി. നീട്ടിയ കൈകൾ വായുവിൽ മരവിച്ചു നിന്നു. ഞാൻ തിരക്കിലാണ്, പിന്നെ കാണാം എന്ന് മാധവന്റെ മുഖത്തു നോക്കാതെ ഒരപരിചിതയോട് സംസാരിക്കുന്നതുപോലെ പറഞ്ഞ് അവൾ വേഗത്തിൽ AC ഗ്ലാസ് ഡോറുകൾക്കുള്ളിലേക്ക് മറഞ്ഞുപോയി. ആ തണുത്ത ഗ്ലാസ് വാതിലുകൾ അടഞ്ഞപ്പോൾ മാധവന് തോന്നി അതടഞ്ഞത് തന്റെ മുഖത്തല്ല, ഹൃദയത്തിലാണെന്ന് അയാൾക്ക് തോന്നി. കൂടെയുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ചോദിച്ചു, ആരാ മാധവേട്ട അത്? പരിചയമുള്ള ആളുകളാണോ? ഞാൻ തിരക്കിലാണ്, പിന്നെ കാണാം. മാധവൻ കള്ളം പറഞ്ഞു. ആ കള്ളം പറയുമ്പോൾ തൊണ്ടയിലൊരു വലിയ ഗോളം വന്നു കുടുങ്ങിയതുപോലെ അയാൾക്കു തോന്നി. വീട്ടിലെത്തിയപ്പോൾ രാധ ചോദിച്ചു, കണ്ണൊക്കെ വല്ലാതെ ചുവന്നിരിക്കുന്നല്ലോ, എന്തുപറ്റി? ഒന്നുമില്ല രാധേ, വെയില് കൊണ്ടതാ. പിന്നെ സുമിത്ര തിരക്കുള്ള ഡോക്ടറല്ലേ, നമ്മളെപ്പോലെ വഴിയരികിൽ നിന്ന് വർത്തമാനം പറയാൻ അവർക്ക് സമയം കാണില്ല, അതാ അവരുടെ നില എന്നയാൾ അവളെ ന്യായീകരിച്ചു. പക്ഷേ രാത്രിയിൽ മകൾ അമ്മ ചോദിച്ചു, അച്ഛാ, സുമിത്ര അമ്മായി എന്താ ഇങ്ങോട്ട് വരാത്തത്? എനിക്ക് അമ്മായിയെ കാണാൻ കൊതിയാവുന്നു. അന്ന് മകൾക്ക് കൊടുക്കാൻ മാധവന്റെ കയ്യിൽ ഉത്തരങ്ങളില്ലായിരുന്നു. പണത്തിനും പദവിക്കുമിടയിൽ രക്തബന്ധങ്ങൾക്ക് പോലും നിറം മങ്ങുമെന്നയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. എങ്കിലും ഈ ക്ഷണക്കത്ത് വന്നപ്പോൾ ആ പഴയ മുറിവുകളെല്ലാം അയാൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ മകളുടെ കല്യാണത്തിരക്കിനിടയിൽ പഴയ സ്നേഹം അവൾക്ക് തിരിച്ചു കിട്ടിയാലോ? കല്യാണ ദിവസം കിഴക്ക് വെള്ള കീറിയപ്പോൾ തന്നെ മാധവൻ ഉണർന്നു. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും സന്തോഷത്തോടെ ഉണരുന്നൊരു പ്രഭാതം. അയാൾ ആദ്യം ചെയ്തത് കിണറ്റുകരയിൽ ചെന്ന് ലക്ഷ്മിയെ കുളിപ്പിക്കുകയായിരുന്നു. സോപ്പിട്ട് പതപ്പിച്ച് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ അയാൾ അതിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നീ വെറുമൊരു ഓട്ടോ അല്ല മോളെ, നമ്മുടെ അഭിമാനമാണ്. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോവുകയാണ് നമ്മൾ. മുൻവശത്തെ ഗ്ലാസിൽ സുമിത്ര എന്നെഴുതിയ പഴയ സ്റ്റിക്കറിലെ പൊടി അയാൾ സൂക്ഷ്മമായി തുടച്ചുമാറ്റി. അതിലൊരു പോറൽ പോലും വീഴാതെ അയാൾ നോക്കി. കുളി കഴിഞ്ഞ് മരപ്പെട്ടിയിൽ നിന്ന് വർഷങ്ങളായി സൂക്ഷിച്ചുവെച്ച ചന്ദനത്തിരിയുടെ മണമുള്ള വെള്ളമുണ്ടും ജുബ്ബയും അയാൾ പുറത്തെടുത്തു.
ജുബ്ബയുടെ വലതുകൈയിലെ ചെറിയൊരു കീറൽ തുന്നിച്ചേർത്തത് ശ്രദ്ധാപൂർവം മറച്ചാണ് അയാളത് ധരിച്ചത്. അച്ഛൻ തന്ന പഴയ HMT വാച്ച് ഓടുന്നില്ലെങ്കിലും സമയത്തിന്റെ ഓർമ്മയ്ക്കായി അയാൾ കയ്യിൽ കെട്ടി. രാധയും ഒരുങ്ങി വന്നു. വിവാഹത്തിനു ശേഷം മാധവൻ വാങ്ങിക്കൊടുത്ത കാഞ്ചീപുരം സാരി. അതിന്റെ നിറം മങ്ങിയിരുന്നെങ്കിലും അവളത് ഭംഗിയായി ഉടുത്തിരുന്നു. നെറ്റിയിലൊരു വലിയ കുങ്കുമപ്പൊട്ടും മുല്ലപ്പൂവും ചൂടി വന്നപ്പോൾ മാധവന്റെ മുഖം വിടർന്നു. എന്താ ഒരു ഐശ്വര്യം! എന്റെ പെങ്ങളുടെ കല്യാണത്തിന് കണ്ട അതേ മുഖം. മാധവൻ അവളെ നോക്കി കണ്ണിറുകി. രാധ നാണത്തോടെ ചിരിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു ഭയം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. മകൾ അമ്മു പുതിയ ഉടുപ്പിടാനില്ലാത്തതുകൊണ്ട് ഉള്ളതിൽ നല്ലൊരു പാവാടയും ബ്ലൗസും ധരിച്ചു നിന്നു. അച്ഛാ, നമ്മൾ ഓട്ടോയിലാണോ പോകുന്നേ? ബസ്സിൽ പോയാൽ പോരെ? മുടിയിലെ പൂവൊക്കെ വാടിപ്പോവില്ലേ? അമ്മു സംശയത്തോടെ ചോദിച്ചു. മാധവൻ മകളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മു, ഇത് വെറും ഓട്ടോ അല്ല, നമ്മുടെ അഭിമാനമാണ്. ബസ്സിൽ പോയാൽ നമ്മൾ വെറും യാത്രക്കാരാകും. ഇതിൽ പോകുമ്പോൾ നമ്മൾ രാജാക്കന്മാരല്ലേ? മാധവേട്ടൻ സ്വന്തം വണ്ടിയിലാണ് വന്നതെന്ന് അവിടെയുള്ളവർ പറയണം. യാത്ര തുടങ്ങി. ഗ്രാമത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ലക്ഷ്മി കുതിച്ചു. വഴിയരികിൽ കണ്ടവരോടൊക്കെ മാധവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ടൗണിലേക്കാ അനന്തിരവളുടെ കല്യാണത്തിന്. ഗ്രാമം പിന്നിട്ട് ടൗണിലെ വലിയ റോഡിലേക്ക് കടന്നപ്പോൾ വെയിൽ കനത്തു തുടങ്ങി. പൊടിയും പുകയും ഓട്ടോയ്ക്കുള്ളിലേക്ക് അടിച്ചുകയറി. രാധ സാരിത്തുമ്പുകൊണ്ട് മുഖം മറച്ചു. അമ്മുവിന്റെ മുഖം വിയർത്തു തുടങ്ങി. എങ്കിലും മാധവൻ അതൊന്നും വകവച്ചില്ല. അയാൾ പഴയ സിനിമാ പാട്ടുകൾ മൂളിക്കൊണ്ടിരുന്നു. വലിയ പാലം കടക്കുമ്പോൾ ദൂരെ കാണുന്ന വലിയ കെട്ടിടങ്ങൾ അയാൾ മകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കണ്ടോ മോളെ, ആ കാണുന്നതാണ് അമ്മായി ജോലി ചെയ്യുന്ന വലിയ ആശുപത്രി. അവിടെ എല്ലാവർക്കും അമ്മായിയെ വലിയ ബഹുമാനമാണ്. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും തിരക്കും. ഇതാരാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. രാധ ഇടയ്ക്ക് ചോദിച്ചു, മാധവേട്ടാ, നമ്മളെ അവർക്ക് മനസ്സിലാകുമോ? ഇത്രയും നാളായില്ലേ കണ്ടിട്ട്? മാധവൻ ആ ചോദ്യം കേട്ട ഭാവം നടിച്ചില്ല. ആക്സിലറേറ്റർ തിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, രക്തബന്ധം അങ്ങനെ മുറിച്ചുമാറ്റാൻ പറ്റുന്നതല്ല രാധേ. പണത്തിനു മുകളിൽ സ്നേഹത്തിന് സ്ഥാനമുള്ള ഒരിടമെങ്കിലും ഈ ലോകത്ത് കാണില്ലേ? പക്ഷേ നഗരത്തിരക്കിലേക്ക് കടക്കുംതോറും മാധവന്റെ വാക്കുകളിലെ ആവേശം കുറയുന്നില്ലെങ്കിലും രാധയുടെ മൗനം കൂടി വന്നു. ദൂരെ ഓഡിറ്റോറിയത്തിന്റെ വലിയ ഗേറ്റും അതിനു മുന്നിലെ ആഡംബര കാറുകളുടെ നിരയും കണ്ടപ്പോൾ മാധവന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ അയാൾ ലക്ഷ്മിയുടെ ഹോൺ മുഴക്കി. നഗരഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന രാജേന്ദ്ര കൺവെൻഷൻ സെന്റർ കണ്ടപ്പോൾ മാധവൻ അറിയാതെ ബ്രേക്കിൽ കാലമർത്തിപ്പോയി. അതൊരു കല്യാണ മണ്ഡപമായിരുന്നില്ല, മറിച്ച് ഇന്ദ്രപുരി പോലെ അലങ്കരിച്ച ഒരു കൊട്ടാരമായിരുന്നു. കവാടം മുതൽ നിറയെ വിദേശത്തു നിന്നും എത്തിച്ച വില കൂടിയ ഓർക്കിഡ് പൂക്കൾ, സ്വർണ്ണ നിറമുള്ള തോരണങ്ങൾ ഉച്ചവെയിലിൽ കണ്ണിഞ്ചിപ്പിക്കുന്ന വിധം തിളങ്ങി. ആ ഗേറ്റിനു മുന്നിലൂടെ കടന്നുപോകുന്ന ആഡംബര കാറുകളുടെ നീണ്ട നിര കണ്ട് മാധവനൊന്ന് പകച്ചു. ബെൻസ്, ഓഡി, ജാഗ്വാർ, ഒന്നിനു പുറകെ ഒന്നായി ഒട്ടും ശബ്ദമില്ലാതെ AC മുറികൾ പോലെ തണുത്ത കാറുകൾ ഒഴുകി നീങ്ങുന്നു. ഉള്ളിലിരിക്കുന്നവർ പട്ടുസാരികളും തിളങ്ങുന്ന കോട്ടുകളും ധരിച്ച് പുറം ലോകത്തെ പൊടിയും ചൂടുമറിയാതെ ഗൗരവത്തോടെ ഇരിക്കുന്നു. അതിനിടയിലേക്കാണ് ടകടക എന്ന ശബ്ദത്തോടെ പിന്നിൽ അല്പം കറുത്ത പുക തുപ്പിക്കൊണ്ട് മാധവന്റെ ലക്ഷ്മി കടന്നുവന്നത്. തിളങ്ങുന്ന ആഡംബര കാറുകളുടെ ഇടയിൽ ചെളി പിടിച്ച ടയറുകളും പെയിന്റ് മങ്ങിയ ബോഡിയുമുള്ള ആ ഓട്ടോറിക്ഷ ഒരു വികൃത രൂപത്തെപ്പോലെ തോന്നി. നഗരത്തിലെ ചൂടും പുകയും യാത്രയുടെ ക്ഷീണവും ആ വണ്ടിയിലും അതിലിരിക്കുന്നവരിലും പ്രകടമായിരുന്നു. മാധവേട്ട, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. രാധ സാരിത്തുമ്പുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് പതുക്കെ പറന്നു. അവളുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. തൊട്ടടുത്തുകൂടെ പോയ കാറിലെ കുട്ടി ഓട്ടോറിക്ഷയിലേക്ക് വിരൽ ചൂണ്ടി എന്തോ പറയുന്നത് അവൾ കണ്ടു. നോക്കട്ടെടി, ഓട്ടോറിക്ഷയിൽ വധുവിന്റെ മാമൻ വരുന്നത് അവർ ആദ്യമായി കാണുകയല്ലേ? അതിന്റെ അത്ഭുതമാ. മാധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അയാളുടെ ഉള്ളിലും ഒരു ചെറിയ വിറയൽ തുടങ്ങിയിരുന്നു. സ്റ്റിയറിംഗിൽ പിടിച്ച കൈകളിൽ വിയർപ്പ് പൊടിഞ്ഞു. അമ്മു അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. അച്ഛാ, ഇത് സ്വർഗമാണോ? എന്ത് ഭംഗിയാ കാണാൻ! മാധവൻ ആവേശത്തോടെ ഓട്ടോ മെയിൻ ഗേറ്റിനടുത്തേക്ക് എടുത്തു. അകത്ത് വലിയൊരു ഫൗണ്ടെയിനിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് കാണാം. അവിടെ പോർട്ടിക്കോയിൽ ഇറങ്ങിയാൽ എല്ലാവരും തന്നെയും കുടുംബത്തെയും കാണും. സുമിത്ര ഓടിവരും. ഏട്ടാ എന്ന് വിളിച്ചവൾ കെട്ടിപ്പിടിക്കും. പക്ഷെ ആ സ്വപ്നം ഗേറ്റിനടുത്ത് വെച്ച് തകർന്നു. യൂണിഫോം ധരിച്ച, കയ്യിൽ വോക്കി ടോക്കിയുമായി നിൽക്കുന്ന തടിമിടുക്കുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ
ഗൗരവത്തോടെ കൈ നീട്ടി വണ്ടി തടഞ്ഞു. അയാളുടെ കണ്ണുകളിൽ പുച്ഛമായിരുന്നു. "ഏയ്, എങ്ങോട്ടായി കയറ്റി വിടുന്നത്? ഓട്ടോറിക്ഷയ്ക്കകത്ത് പ്രവേശനമില്ല. ഇത് പാർക്കിംഗ് ഏരിയ അല്ല. സവാരിയാണെങ്കിൽ അവിടെ സൈഡിൽ ആളെ ഇറക്കി വിട്ടിട്ട് പോയിക്കോ, അല്ലെങ്കിൽ തിരിച്ചുപോ." സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറായില്ല. "സാറേ, ഞാൻ ഡ്രൈവറല്ല, വധുവിന്റെ അമ്മയുടെ." "ആരായാലും വേണ്ടില്ല, ഓട്ടോ അകത്ത് കയറ്റാൻ പറ്റില്ല. ഇത് പാർക്കിംഗ് ഏരിയ അല്ല. സവാരിയാണെങ്കിൽ അവിടെ സൈഡിൽ ആളെ ഇറക്കി വിട്ടിട്ട് പോയിക്കോ, അല്ലെങ്കിൽ തിരിച്ചുപോ." സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറായില്ല. "സാറേ, ഞാൻ ഡ്രൈവറല്ല, വധുവിന്റെ സ്വന്തം മാമനാണ്. എന്റെ വണ്ടിയിൽ എന്റെ ഭാര്യയും കുട്ടിയുമാണ്." തൊണ്ടയിടറി പറഞ്ഞു. ജുബ്ബയുടെ കീശയിൽ നിന്നും ക്ഷണക്കത്തെടുക്കാൻ അയാൾ ശ്രമിച്ചു. "ഓഹോ, മാമൻ. അങ്ങനെ എത്ര മാമന്മാർ വരുന്നുണ്ട്? ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്?" സെക്യൂരിറ്റി പരിഹാസത്തോടെ പറഞ്ഞു. "നോക്ക്, പിന്നിൽ വലിയ സാറന്മാർ കാത്തു നിൽക്കുന്നു. മര്യാദയ്ക്ക് വണ്ടി അങ്ങോട്ട് മാറ്റ്, ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കല്ലേ." മാധവൻ ചുറ്റും നോക്കി. പിന്നിലെ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഒരാൾ തല പുറത്തിട്ടു. "എന്താ അവിടെ? ഒന്ന് വേഗം നീക്കടോ, വെയിലത്ത് കിടന്നുരുകുവാണ്." മാധവന്റെ അഭിമാനം ആ നിമിഷം ആ ടാർ റോഡിൽ വീണുടഞ്ഞു. തന്റെ ലക്ഷ്മിയെ, തന്റെ അന്നദാതാവിനെ അവർക്ക് വെറുമൊരു ശല്യം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. താൻ എത്ര സ്നേഹത്തോടെയാണ് വന്നതെന്ന് അവരറിഞ്ഞില്ല. ഗേറ്റിനു ചുറ്റും ഒരു ചെറിയ ആൾക്കൂട്ടം രൂപപ്പെട്ടു. പാർക്കിങ്ങിലെ മറ്റു ഡ്രൈവർമാർ കൗതുകത്തോടെയും പരിഹാസത്തോടെയും മാധവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. "കണ്ടില്ലേ, വധുവിന്റെ മാമനാന്നത്രേ ഈ ഓട്ടോറിക്ഷയിലാ കല്യാണത്തിന് വന്നേക്കണത്." ഒരു ഡ്രൈവർ മറ്റൊരാളോട് പറയുന്നത് മാധവൻ വ്യക്തമായി കേട്ടു. ആ വാക്കുകൾ ചമ്മട്ടി കൊണ്ടുള്ള അടിയേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്നും ക്ഷണക്കത്ത് പുറത്തെടുത്തു. വിയർപ്പുകൊണ്ട് നനഞ്ഞ ആ കത്ത് അയാൾ സെക്യൂരിറ്റിക്ക് നേരെ നീട്ടി. "സാറേ, ദയവ് ചെയ്ത് ഇതൊന്നു നോക്ക്. ഇതിൽ എന്റെ പേരുണ്ടാകും, മാധവൻ, വധുവിന്റെ അമ്മയുടെ." സെക്യൂരിറ്റി ജീവനക്കാരൻ ആ കത്ത് വാങ്ങിയില്ല. പകരം അയാൾ കൈകൊണ്ടത് തട്ടിമാറ്റി. "എടോ, ആരുടെ പേര് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കാതെ വണ്ടി മാറ്റാൻ നോക്ക്. അകത്ത് മന്ത്രിയും കളക്ടറും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ വണ്ടികൾ വരാൻ നിൽക്കുകയാ. ഈ തുരുമ്പിച്ച സാധനം ഇവിടെ കിടന്നാൽ." അയാൾ വാചകം പൂർത്തിയാക്കിയില്ല. പക്ഷെ ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. മാധവൻ നിസ്സഹായനായി ഗേറ്റിന്റെ കമ്പികൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ പോർട്ടിക്കോയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപത്തിനു മുന്നിൽ സ്വർണ്ണ നിറമുള്ള പട്ടുസാരിയുടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് അതിഥികളെ സ്വീകരിക്കുന്ന സുമിത്രയെ അയാൾ കണ്ടു. അവൾ ചിരിക്കുകയായിരുന്നു. കൂടെ ഭർത്താവും മകളും. ചുറ്റും വലിയ പണക്കാർ. ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നുന്നു. അവൾ വളരെ സന്തോഷവതിയാണ്. മാധവൻ കണ്ടു ശീലിച്ച ആ പഴയ സുമിത്രയല്ല ഇത്. ഇത് മറ്റൊരാളാണ്. താൻ വിയർപ്പൊഴുക്കി വളർത്തിയ ആ പഴയ അനിയത്തി ഇന്ന് തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലാണ്. പെട്ടെന്ന് സുമിത്രയുടെ ശ്രദ്ധ ഗേറ്റിനടുത്തേക്ക് തിരിഞ്ഞോ എന്ന് മാധവന് തോന്നി. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ഗേറ്റിനരികിലെ ബഹളത്തിലുടക്കി. മാധവൻ കൈ ഉയർത്താൻ ആഞ്ഞു. സുമിയെന്ന് വിളിക്കാൻ തൊണ്ട വെമ്പി. പക്ഷെ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അടുത്തുവന്ന ഏതോ മരിയ അതിഥിയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവൾ തന്നെ കണ്ടില്ലേ, അതോ കണ്ടില്ലെന്ന് നടിച്ചതോ? മാധവന്റെ നെഞ്ചിൽ വലിയൊരു ഭാരം വന്നു നിറഞ്ഞു. ഓട്ടോറിക്ഷയിലിരുന്ന രാധ ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. "മാധവേട്ടാ, മതി, നമുക്ക് പോകാം. ഇനിയും ഇവിടെ നിന്ന് അപമാനം സഹിക്കാൻ വയ്യ. നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് ചെന്നാൽ അത് സുമിത്രയ്ക്ക് നാണക്കേടാകും. ആൾക്കാരുടെ മുന്നിൽ വെച്ച് 'ഇതാണോ ഏട്ടൻ' എന്നാരെങ്കിലും ചോദിച്ചാൽ അവൾക്കുത്തരം മുട്ടില്ലേ?" രാധയുടെ വാക്കുകൾ മാധവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. അതാണ് സത്യം. തന്റെ സാന്നിധ്യം ഇവിടെ ഒരു കളങ്കമാണ്. ഈ ആഡംബരത്തിന്റെ വെളിച്ചത്തിൽ തന്റെ വിയർപ്പിന്റെ ഗന്ധം ആർക്കും സഹിക്കാനാകില്ല. അമ്മ ഓട്ടോയുടെ കമ്പിയിൽ പിടിച്ച് പേടിയോടെ പുറത്തേക്ക് നോക്കി. "അച്ഛാ, ആ അങ്കിൾ എന്താ നമ്മളെ വഴക്ക് പറയുന്നത്? നമ്മൾ അമ്മായിയെ കാണുന്നില്ലേ?" അമ്മ ഓട്ടോയുടെ കമ്പിയിൽ പിടിച്ച് പേടിയോടെ പുറത്തേക്ക് നോക്കി. "അച്ഛാ, ആ അങ്കിൾ എന്താ നമ്മളെ വഴക്ക് പറയുന്നത്? നമ്മൾ അമ്മായിയെ കാണുന്നില്ലേ?" മാധവൻ മകളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയിൽ തലോടി. അയാളുടെ കണ്ണുനീർ ആരും കാണാതെ അയാൾ ഒപ്പിയെടുത്തു. "ഇല്ല മോളെ, അമ്മായിക്ക് നല്ല തിരക്കാണ്. നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല." സെക്യൂരിറ്റി വീണ്ടും അടുത്തു വന്നു. "എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? പോലീസിനെ വിളിക്കണോ?" "വേണ്ട സാറേ, ഞങ്ങൾ പോയിക്കോണാം." മാധവൻ കൈകൂപ്പി. അത് സെക്യൂരിറ്റിയോടായിരുന്നില്ല, മറിച്ച് ഉള്ളിലെവിടെയോ ബാക്കിയുണ്ടായിരുന്ന സ്വന്തം അഭിമാനത്തോടായിരുന്നു. അയാൾ ഓട്ടോയിൽ കയറി. താക്കോലെതിരിക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗേറ്റിനുള്ളിലെ ആ മണിമാളികയിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കി. സുമിത്ര ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ചിരി നിലനിർത്താൻ, തന്റെ അനിയത്തിയുടെ മാനം കാക്കാൻ മാധവൻ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചു. ഓട്ടോറിക്ഷ റിവേഴ്സ് എടുക്കുന്നതിനിടയിലാണ് മാധവൻ ഗേറ്റിന്റെ ഒരു മൂലയിൽ നിൽക്കുന്ന ആ രൂപത്തെ കണ്ടത്. ഗോപാലൻ, സുമിത്രയുടെ പഴയ വീട്ടുജോലക്കാരൻ. മുടി നരച്ച് ഒടിഞ്ഞു തൂങ്ങിയ ദേഹവുമായി അതിഥികൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി മാറ്റുകയാണ് അയാൾ. മാധവൻ വണ്ടി നിർത്തി. "രാധേ, നീ ഇവിടെ ഇരിക്കെ." അയാൾ വേഗത്തിൽ ഓട്ടോയിൽ നിന്നിറങ്ങി
ഗേറ്റിന്റെ കമ്പികൾക്കരികിലേക്ക് ചെന്നു. ഗോപാല എന്നയാൾ പതുക്കെ വിളിച്ചു. വിളികേട്ട് ഗോപാലൻ തിരിഞ്ഞു നോക്കി. കണ്ണിറുക്കി നോക്കി അയാൾ മാധവനെ തിരിച്ചറിഞ്ഞതും വേച്ചുവേച്ച് അരികിലേക്ക് ഓടിവന്നു. മാധവേട്ട, എന്റെ ദൈവമേ, ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ, ഡോക്ടർ അമ്മ അന്വേഷിക്കുന്നുണ്ടാകും. ഗോപാലന്റെ ശബ്ദത്തിൽ പഴയ സ്നേഹം തുളുമ്പി. ഇല്ല ഗോപാല, ഞാൻ വരുന്നില്ല. നീ എന്നെ ഒന്ന് നോക്ക്. പിന്നെ എന്റെ വണ്ടിയും. ഈ വലിയ മാളികയിലേക്ക് ഞാനും എന്റെ ലക്ഷ്മിയും ചേരില്ല. ഞാനിവിടെ നിൽക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ എന്നെ തടഞ്ഞതറിഞ്ഞാൽ സുമിത്രയ്ക്ക് വിഷമമാകും, ചിലപ്പോൾ നാണക്കേടും. അതെന്താ ഏട്ടൻ അങ്ങനെ പറയുന്നത്? സ്വന്തം ചോരയല്ലേ? ചോരയൊക്കെ ശരിയാ, പക്ഷെ ചോരയേക്കാൾ കട്ടി പണത്തിനുണ്ട്. അതങ്ങനെ വരൂ. മാധവൻ ജുബ്ബയുടെ കീസിൽ നിന്നും ഒരു ചെറിയ പൊതി പുറത്തെടുത്തു. ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ പെട്ടി. ഇത് മാധവന്റെ ശബ്ദം ഇടറി. ഇതെന്റെ അനന്തരവൾക്ക് വേണ്ടിയാ. അത്ര വലിയൊന്നുമല്ല. കഴിഞ്ഞ 6 മാസം ഉച്ചയ്ക്ക് പട്ടിണി കിടന്നും രാത്രി ഓട്ടം ഓടിയും ഉണ്ടാക്കിയതാ. ഒരു ചെറിയ സ്വർണ്ണമോതിരം. അമ്മുവിന്റെ കുടുക്ക പൊട്ടിച്ച പൈസയും ഇതിലുണ്ട്. ആ പൊതി ഗോപാലന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ മാധവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ഇത് സുമിത്രയുടെ കയ്യിൽ കൊടുക്കണം. പക്ഷെ ഒരു കാര്യം, ഇവിടെ നടന്നതൊന്നും അവളോട് പറയരുത്. സെക്യൂരിറ്റി തടഞ്ഞെന്നോ അപമാനിച്ചെന്നോ ഒന്നും പറയരുത്. പിന്നെ ഞാൻ എന്തു പറയണം മാധവേട്ട? ഗോപാലന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പറയണം ഏട്ടൻ വന്നിരുന്നു എന്ന്, തിരക്കായതുകൊണ്ട് കയറാൻ പറ്റിയില്ലെന്ന്, വേറൊരു ഓട്ടം പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ധൃതിയിൽ മടങ്ങിയെന്ന് പറയണം. അവൾ സമാധാനമായി ഇരിക്കട്ടെ. അവളുടെ കല്യാണപ്പന്തലിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടല്ല, അത് മതി എനിക്ക്. ഗോപാലൻ വിതുമ്പിക്കൊണ്ട് തലയാട്ടി. ആ പൊതി അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മാധവൻ തിരിഞ്ഞു നോക്കാതെ ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു. രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളൊന്നും ചോദിച്ചില്ല. ഭർത്താവിന്റെ അഭിമാനവും സ്നേഹവും അവൾക്ക് മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നു. അമ്മു ചോദിച്ചു, അച്ഛാ, സമ്മാനം കൊടുത്തോ? കൊടുത്തു മോളെ, അമ്മായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം. മാധവൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റിനുള്ളിൽ സുമിത്ര അപ്പോഴും ചിരിച്ചുകൊണ്ട് അതിഥികളെ സ്വീകരിക്കുന്നു. ഗേറ്റിന് പുറത്ത് ആ ചിരി മായാതിരിക്കാൻ വേണ്ടി സ്വന്തം അഭിമാനം ബലികഴിച്ചൊരു ജ്യേഷ്ഠൻ മടങ്ങുന്നു. ഓട്ടോറിക്ഷ നഗരത്തിരക്കിലൂടെ തിരികെ ഗ്രാമത്തിലേക്ക് ഓടുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞിരുന്നു. നഗരത്തിലെ നിയോൺ വെളിച്ചങ്ങൾ പിന്നിൽ മറഞ്ഞു തുടങ്ങി. ആൾത്തിരക്കും വാഹനങ്ങളുടെ ബഹളവും കുറഞ്ഞ് ഗ്രാമത്തിന്റെ ശാന്തതയിലേക്ക് ലക്ഷ്മി പ്രവേശിച്ചു. തണുത്ത കാറ്റ് വീശിയപ്പോൾ അത് മാധവന്റെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിച്ചു. ഓട്ടോയുടെ പിൻസീറ്റിൽ രാധയും അമ്മുവും നിശബ്ദരായിരിക്കുകയായിരുന്നു. രാധ ഇടയ്ക്കിടെ സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് റിയർവ്യൂ മിററിലൂടെ മാധവൻ കണ്ടു. അത് കാണുമ്പോൾ അയാളുടെ നെഞ്ചു നീറി. തന്റെ ഭാര്യയെയും മകളെയും രാജകുമാരിമാരെ പോലെ കൊണ്ടുപോയിട്ട് അപമാനിതരായി മടങ്ങിവരേണ്ടി വന്നതിന്റെ കുറ്റബോധം അയാളെ വേട്ടയാടി. എങ്കിലും ആ മടക്കിയാത്രയിൽ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതുപോലെ അയാൾക്ക് തോന്നി. പെട്ടെന്ന് അമ്മ മൗനം ഭേദിച്ചു. അവളുടെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു. അച്ഛാ, എനിക്ക് സങ്കടം വരുന്നു. നമ്മൾ എന്തിനാ അമ്മായിയെ കാണാതെ പോന്നത്? അമ്മായിക്ക് നമ്മളെ ഇഷ്ടമല്ലേ? മാധവൻ ഓട്ടോറിക്ഷ വഴിയരികിലെ ഒരു വലിയ ആലിന്റെ ചുവട്ടിൽ ഒതുക്കി നിർത്തി. എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞ് അമ്മുവിന്റെ കൈകളിൽ പിടിച്ചു. ആ കൊച്ചു കൈകളിൽ തന്റെ കണ്ണുനീർ വീഴാതിരിക്കാൻ അയാൾ പാടുപെട്ടു. അമ്മു, നിനക്ക് ആകാശത്തെ നിലാവ് കാണാൻ ഇഷ്ടമല്ലേ? ഉവ്വ അച്ഛാ. അമ്മു തലയാട്ടി, കണ്ണുനീർ തുടച്ചു. ആ നിലാവ് ദൂരെ നിന്ന് കാണുമ്പോഴാണ് ഭംഗി. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയാൽ ചിലപ്പോൾ കഴിയില്ല. അതുപോലെയാണ് ചില സ്നേഹങ്ങളും. അമ്മായി ഇപ്പോൾ ആകാശത്തെ നിലാവാണ്, നമ്മൾ ഭൂമിയിലെ മണ്ണ്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ആ നിലാവിന് കളങ്കം പറ്റും. എനിക്ക് മനസ്സിലായില്ല അച്ഛാ, അമ്മു നിഷ്കളങ്കമായി പറഞ്ഞു. മാധവൻ അവളെ നെഞ്ചോട് ചേർത്തു. മോളെ, നീ വലുതാകുമ്പോൾ മനസ്സിലാകും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കൽ മാത്രമല്ല, വേണ്ടപ്പെട്ടവരുടെ സന്തോഷത്തിനു വേണ്ടി മാറി നിൽക്കുന്നതും സ്നേഹമാണ്. അമ്മായി അവിടെ ചിരിച്ച് സന്തോഷമായിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളവിടെ ചെന്നൊരു പ്രശ്നമുണ്ടാക്കിയാൽ ആ ചിരി മായില്ലേ? അമ്മായിയുടെ ചിരി മായാതിരിക്കാനാണ് അച്ഛൻ പോന്നത്. രാധ മെല്ലെ മാധവന്റെ തോളിൽ കൈവച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ച് ആരാധനയായിരുന്നു. അവൾ ഭർത്താവിന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചു. മാധവേട്ട, നിങ്ങളോളം വലിയ മനസ്സ് ആർക്കുമില്ല. സുമിത്ര ഭാഗ്യം ചെയ്തവളാണ് ഇങ്ങനൊരു ഏട്ടനെ കിട്ടാൻ. അവളതറിയാതെ പോയതാണ് അവളുടെ നഷ്ടം, നമ്മുടെ അല്ല. അവളുടെ ആ വാക്കുകൾ മാധവന് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. യാത്ര തുടർന്നു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ഓട്ടോയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ വഴിയരികിലെ മരങ്ങൾ പിന്നിലേക്ക് ഓടിമറിയുന്നു. മാധവൻ ആലോചിച്ചു. താൻ ഒരു മരമാണ്, ഒരു നിഴൽ മരം. വേനലിൽ ഇല പൊഴിച്ച് സ്വന്തം തടി ഉണക്കി വസന്തത്തിൽ മറ്റുള്ളവർക്ക് പൂക്കളും തണലും നൽകുന്ന ഒരു മരം. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തണൽ പറ്റി വളർന്നവർ വലുതാകുമ്പോൾ വേറെ തണൽ തേടാം, ചിലപ്പോൾ മരത്തെ വെട്ടിമാറ്റാം. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ മരം ഒരിക്കലും പരാതി പറയില്ല. അത് തണൽ നൽകിക്കൊണ്ടേയിരിക്കും. വീട്ടിന്റെ മുറ്റത്ത് ഓട്ടോ നിർത്തുമ്പോൾ ഓടുമേഞ്ഞ ആ പഴയ വീട് നിലാവ് വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുണ്ടായിരുന്നു. കൊട്ടാര സമാനമായ മണ്ഡപത്തേക്കാൾ ശാന്തിയും സമാധാനവും നൽകുന്ന സ്വന്തം വീട്.
അകത്ത് കയറി നിലവിളക്ക് കൊളുത്തുമ്പോൾ മാധവൻ പ്രാർത്ഥിച്ചു. എൻ്റെ അനിയത്തി എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കട്ടെ. അവൾക്കൊരിക്കലും ഈ ഏട്ടനെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരരുത്. ദൂരെ നഗരത്തിൽ കല്യാണത്തിരക്കിനിടയിൽ ഗോപാലനെ ഏൽപ്പിച്ച ആ ചെറിയ സ്വർണ്ണമോതിരം കയ്യിൽ കിട്ടുമ്പോൾ സുമിത്രയുടെ കണ്ണ് നെളിയുമായിരിക്കും. അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ അവൾ അത് ശ്രദ്ധിക്കാതെ മാറ്റിവെക്കുമായിരിക്കും. എന്തുതന്നെയായാലും മാധവന് പരാതിയില്ല. അയാൾ പുറത്തിറങ്ങി മുറ്റത്തെ ഇരുട്ടിൽ നിൽക്കുന്ന തൻ്റെ ലക്ഷ്മിയെ ഒന്ന് തലോടി. തണുത്ത ലോഹത്തിൽ കൈവച്ചപ്പോൾ അയാൾക്ക് തോന്നി അത് തന്നെ തിരിച്ച് ആശ്വസിപ്പിക്കുകയാണെന്ന്. നമുക്ക് നാളെയും ഓടാനുണ്ട് മോളെ. ഇനിയും ഒരുപാട് പേർക്ക് തണലേകാൻ നീ നിഴൽമരം ഇവിടെ തന്നെ ഉണ്ടാകും. രാത്രിയുടെ നിശബ്ദതയിൽ മാധവന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ കടൽ ശാന്തമായി അലയടിച്ചുകൊണ്ടിരുന്നു. ഒരു നഷ്ടബോധവുമില്ലാതെ നിറഞ്ഞ മനസ്സോടെ അയാൾ ആ പഴയ തിണ്ണയിൽ കിടന്നുറങ്ങി.